കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ പഠിക്കുന്നത് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 9 മുതലുള്ള വചനങ്ങളാണ്. എല്ലാവരും തയ്യാറല്ലേ? ഈ ക്ലാസ് ചെയ്യാതിരിക്കാൻ സാത്താൻ എന്നെ ഒത്തിരിയേറെ മാനസികമായി പീഡിപ്പിച്ചു എന്നതാണ് സത്യം. ഈ ക്ലാസ് മുടക്കുക എന്നതായിരുന്നു സാത്താൻ്റെ ലക്ഷ്യം. അതിന് കാരണം എന്താണെന്ന് ഈ ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ക്ലാസ് കേട്ടിട്ട് മനസ്സിലാകാത്തവർക്ക് വേണ്ടി അവസാനം പറയുന്നതാണ്. മാത്രമല്ല, ബൈബിൾ സത്യം ആരും തിരിച്ചറിയരുതെന്ന് സാത്താൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ദൈവാത്മാവ് സാത്താനേക്കാൾ ശക്തനാകയാൽ അധികകാലം സാത്താൻ എന്നെ തടഞ്ഞു നിർത്താനായില്ല എന്നതോർത്ത് ദൈവത്തിന് നന്ദിയും മഹത്വവും കരയറ്റിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് വരാം. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന നിങ്ങളേവരെയും കർത്താവായ യേശു ക്രിസ്തു ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വചനങ്ങളാണ്. ആ കാലത്ത് യേശു ഗലീലയിലെ നസറേത്തിൽ നിന്ന് വന്ന് യോഹന്നാനാൽ ജോർദാനിൽ സ്നാനം കഴിഞ്ഞു. വെള്ളത്തിൽ നിന്ന് കയറിയ ഉടനെ ആകാശം പിളരുന്നതും ആത്മാവ് പ്രാവ് പോലെ തൻ്റെ മേൽ വരുന്നതും കണ്ടു. നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദവുമുണ്ടായി. യോഹന്നാൻ സ്നാപകന് യേശു ക്രിസ്തുവിനെ സ്നാനപ്പെടുത്തുവാനുള്ള അധികാരമുണ്ടായിരുന്നോ എന്നതാണ് ആദ്യത്തെ ചോദ്യം. ഉണ്ടായിരുന്നു എന്ന് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം വായിക്കുമ്പോൾ നമുക്ക് കാണാം. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: അവൻ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. ഇതായിരുന്നു യോഹന്നാൻ സ്നാപകന് യേശു ക്രിസ്തുവിനെ സ്നാനപ്പെടുത്താനായി ദൈവം കൊടുത്ത അധികാരം. യോഹന്നാൻ സ്നാപകൻ അമ്മയുടെ ഉദരത്തിൽ വെച്ച് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം കഴിപ്പിക്കപ്പെട്ടു എങ്കിൽ ദൈവം തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ വെറും വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുമോ? ഒരിക്കലുമില്ല. അപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് നോക്കാം. ഏതോ മനുഷ്യൻ മുൻകാലങ്ങളിൽ പഠിപ്പിച്ച ഒരു തെറ്റായ ഉപദേശമായിരുന്നു യേശു ക്രിസ്തു നമുക്കൊരു മാതൃക കാട്ടിയെന്നത്. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. വിശുദ്ധ യോഹന്നാൻ 14:6 ഞാൻ വായിച്ചത്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. വിശുദ്ധ യോഹന്നാൻ 14:15. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, കർത്താവ് നമ്മോട് പറഞ്ഞത് നമ്മൾ കർത്താവിൽ വിശ്വസിക്കാനും കർത്താവിൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളാനുമാണ്. അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തു നമുക്കൊരു മാതൃക കാണിച്ചു തരുമോ? ഇല്ല. പിന്നെയോ, യേശു ക്രിസ്തു ആയിരിക്കണം നമ്മുടെ മാതൃക. ഇപ്പോൾ ഇതിൻ്റെ വ്യത്യാസം മനസ്സിലായോ? മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, യേശു ക്രിസ്തു നമുക്ക് യാതൊന്നും മാതൃകയായി തന്നില്ല, മറിച്ച് യേശു ക്രിസ്തുവാണ് നമുക്ക് മാതൃകയായത്. നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ ആകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാനിരിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിപ്പാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലുമാകുന്നത് പോലെ അവരും നമ്മിലാകേണ്ടതിന് തന്നെ. വിശുദ്ധ യോഹന്നാൻ 17:18 മുതൽ 21 വരെയാണ് ഞാൻ വായിച്ചത്. ഇവിടെ കർത്താവ് തന്നെ ശുദ്ധീകരണത്തെക്കുറിച്ചാണ് പറയുന്നത്, അല്ലാതെ ഒരു മുങ്ങൽ സ്നാനത്തെക്കുറിച്ചല്ല പറഞ്ഞതെന്ന് നമ്മൾ തിരിച്ചറിയണം. പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലുമാകുന്നത് പോലെ അവരും നമ്മിലാകേണ്ടതിന് തന്നെ എന്ന് കർത്താവ് പറയുമ്പോൾ യേശുനാമക്കാർ പുറത്താക്കപ്പെടുകയാണ്. അവർ കള്ളന്മാരും ചതിയന്മാരുമാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. സ്നാനം എന്ന വാക്കുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് ഒന്നാമത് താതാത്മ്യപ്പെടുക അല്ലെങ്കിൽ ഒന്നായിത്തീരുക എന്നതാണ്. എന്താണ് ഒന്നായിത്തീരുക എന്നതിൻ്റെ അർത്ഥം? പരിശുദ്ധാത്മാവിനാൽ നമ്മൾ ദൈവവുമായി ഒന്നായിത്തീരുന്നതാണ്. അതിന് നമ്മൾക്കാവശ്യം പരിശുദ്ധാത്മ സ്നാനമാണ്, മുങ്ങലല്ല. രണ്ടാമത്, മരണത്തിൻ്റെ പ്രതീകമാണ് സ്നാനം. ക്രിസ്തുവിൻ്റെ മരണം ഒരു സ്നാനമായിരുന്നു. അതുപോലെ ക്രിസ്തു എന്ന വചനത്താൽ നമ്മൾ ശുദ്ധി ചെയ്യപ്പെടുകയും നമ്മിലെ പാപങ്ങൾ കഴുകപ്പെടുകയും ചെയ്യുന്നതിലൂടെ നമ്മിലെ പഴയ മനുഷ്യൻ്റെ മരണമാണ് ഇത് വെളിപ്പെടുത്തുന്നത്. യേശു ക്രിസ്തു എന്ന വചനത്തിന് മാത്രമേ നമ്മിലെ പാപങ്ങൾ കഴുകാനും നമ്മെ ഒരു പുതു വ്യക്തിയാക്കി മാറ്റാനും കഴിയൂ. അല്ലാതെ ലോകത്തിലെ യാതൊന്നിനും നമ്മിലെ പാപങ്ങൾ കഴുകാനോ നമ്മെ പുതുതാക്കാനോ കഴിയില്ല. യേശു അവരോട് പറഞ്ഞു, ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കുകയും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽക്കുകയും ചെയ്യും. മർക്കോസ് 10:39 ഞാൻ വായിച്ചത്. യാക്കോബിനോടും യോഹന്നാനോടും യേശു ക്രിസ്തു തൻ്റെയും അവരുടെയും മരണത്തെക്കുറിച്ചാണ് പറഞ്ഞത്. മൂന്നാമത്, അവസാനമായും ക്രിസ്തു ഈ സ്നാനത്തിലൂടെ പൗരോഹിത്യ പദവി സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ വന്നത്. ഒരു പുരോഹിതന് മാത്രമേ സഭയെ വിളിക്കാനും ബലിയർപ്പിക്കാനും അധികാരമുള്ളൂ.
പൗരോഹിത്യ പദവി നൽകുന്നവൻ പരിശുദ്ധാത്മ നിറവുള്ളവനായിരിക്കേണ്ടത് ആവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ യോഹന്നാൻ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടിരുന്നു എന്ന് മുകളിൽ നമ്മൾ കണ്ടതാണ്. പൗരോഹിത്യ സ്വീകരണത്തെക്കുറിച്ച് പഴയ നിയമം എന്താണ് പറയുന്നതെന്ന് നോക്കാം. പൗരോഹിത്യ സ്വീകരണം നൽകപ്പെടുന്നത് പരിശുദ്ധാത്മ നിറവുള്ളൊരു വ്യക്തിയാൽ ചെയ്യേണ്ടതാണ്. സംഖ്യാപുസ്തകം 4-ാം അധ്യായം 1 മുതൽ 3 വരെ വായിക്കുമ്പോൾ യഹോവ പിന്നെയും മോശയോടും അഹരോനോടും അരുളിച്ചെയ്തത്, ലേവ്യരിൽ വെച്ച് കഹാത്യരിൽ 30 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ളവരായി സമാഗമന കൂടാരത്തിൽ വേല ചെയ്യുവാൻ സേവയിൽ പ്രവേശിക്കുന്ന എല്ലാവരെയും കുടുംബം കുടുംബമായും കുലം കുലമായും എണ്ണി തുകയെടുപ്പിൻ. എത്ര വയസ്സാണ് പൗരോഹിത്യം സ്വീകരിക്കാൻ വേണ്ടത്? 30 വയസ്സ് മുതൽ 50 വയസ്സ് വരെ പ്രായമുള്ളവരെയാണ് പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് തിരഞ്ഞെടുക്കുക. യേശുക്രിസ്തു പൗരോഹിത്യം സ്വീകരിക്കുമ്പോൾ ഏകദേശം 30 വയസ്സായിരുന്നു എന്ന് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ കാണാവുന്നതാണ്. വിശുദ്ധ ലൂക്കോസ് 3:23. യേശു സ്നാനമേറ്റയുടനെ, നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദവുമുണ്ടായി. എന്തായിരുന്നു ഈ ശബ്ദത്തിൻ്റെ പൊരുളെന്ന് നോക്കുക. സംഖ്യാപുസ്തകം 6-ാം അധ്യായം 22 മുതൽ 27 വരെ വായിക്കുമ്പോൾ നമ്മൾക്കിതിൻ്റെ പൊരുൾ മനസ്സിലാകും. യഹോവ പിന്നെയും മോശയോട് അരുളിച്ചെയ്തത്, നീ അഹരോനോടും പുത്രന്മാരോടും പറയേണ്ടത്, നിങ്ങൾ ഇസ്രായേൽ മക്കളെ അനുഗ്രഹിച്ച് ചൊല്ലേണ്ടത് എന്തെന്നാൽ. ഇവിടെ 3 പ്രാവശ്യം 3 രീതിയിലാണ് യഹോവ ഒരു പുരോഹിതനെ അനുഗ്രഹിക്കുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുമല്ലോ. 1. യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ഇത് യഹോവയാം ദൈവത്തെ വെളിപ്പെടുത്തുന്നു. 2. യഹോവ തിരുമുഖം നിൻ്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ. ഇത് പുത്രനെ കാണിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയുടെ കീഴിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. 3. യഹോവ തിരുമുഖം നിൻ്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. ഇത് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. നമ്മൾക്ക് സമാധാനം നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. ഇങ്ങനെ അവർ ഇസ്രായേൽ മക്കളുടെ മേൽ എൻ്റെ നാമം വെക്കണം, ഞാൻ അവരെ അനുഗ്രഹിക്കും. യേശു നമ്മെ പഠിപ്പിക്കുന്നതും ഈ സ്നാനമാണ്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലുള്ള സ്നാനം. ഇപ്പോൾ ഇതിൻ്റെ അർത്ഥം മനസ്സിലായി കാണുമല്ലോ. ഇവിടെ സ്നാനമേറ്റപ്പോൾ എന്നല്ല, വെള്ളത്തിൽ നിന്നും കയറിയപ്പോൾ എന്നാണ് പറയുന്നത്. യേശു സ്വീകരിച്ചത് പൗരോഹിത്യമായിരുന്നു എന്നത് വ്യക്തമാണ്. കാരണം പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് ശേഷമാണ് ഈ അനുഗ്രഹം ചെയ്യേണ്ടുന്നത്. വിശുദ്ധ ലൂക്കോസ് പറയുന്നത്, യേശുവിന് താൻ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ ഏകദേശം 30 വയസ്സായിരുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 3:23. ഇവിടെ പ്രവൃത്തി ആരംഭിക്കുക എന്ന് പറഞ്ഞാൽ യേശു പൗരോഹിത്യ സ്വീകരണത്തിന് ശേഷം തൻ്റെ സുവിശേഷ വേല ആരംഭിക്കുമ്പോൾ എന്നർത്ഥം. ഇനി പുരോഹിതനെ അഭിഷേകം ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. സംഖ്യാപുസ്തകം 8-ാം അധ്യായം 6 മുതൽ 7 വരെയുള്ള വചനങ്ങൾ ഇങ്ങനെ പറയുന്നു. ലേവ്യരെ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ നിന്ന് എടുത്ത് ശുചീകരിക്കാം. അവരെ ശുചീകരിക്കേണ്ടതിന് ഇങ്ങനെ ചെയ്യണം. പാപപരിഹാര ജലം അവരുടെ മേൽ തളിക്കണം. അവർ സർവാംഗം ക്ഷൗരം ചെയ്ത് വസ്ത്രം അലക്കി ഇങ്ങനെ തങ്ങളെ തന്നെ ശുചീകരിക്കണം. പുറപ്പാട് പുസ്തകം 29:4 പറയുന്നത്, അഹരോനെയും അവൻ്റെ പുത്രന്മാരെയും സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ വരുത്തി വെള്ളം കൊണ്ട് കഴുകണം. ലേവ്യ 8:6 പറയുന്നു, മോശ അഹരോനെയും പുത്രന്മാരെയും അടുക്കൽ വരുത്തി അവരെ വെള്ളം കൊണ്ട് കഴുകി. യേശുക്രിസ്തു മുങ്ങിയിരുന്നെങ്കിൽ ദാവീദിൻ്റെ വലിയ പാപം രേഖപ്പെടുത്തിയ ബൈബിൾ തീർച്ചയായും വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തുമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ പൗലോസ്ലീഹ പറഞ്ഞു, ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു മഹാശ്രേഷ്ഠ പുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം സ്വീകാരം മുറുക്കെ പിടിച്ചുകൊള്ളുക. എബ്രായർ 4:14 ഞാൻ വായിച്ചത്. വീണ്ടും വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, മഹാപുരോഹിതൻ ആണ്ടുതോറും അന്യരക്തത്തോടു കൂടി വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കുന്നത് പോലെ അവൻ തന്നെത്താൻ കൂടെ അർപ്പിപ്പാൻ ആവശ്യമില്ല. അങ്ങനെയായാൽ ലോകസ്ഥാപനം മുതൽക്ക് അവൻ പലപ്പോഴും കഷ്ടമനുഭവിക്കേണ്ടിയിരുന്നു. എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. എബ്രായർക്കെഴുതിയ ലേഖനം 9:25 മുതൽ 26 വരെയാണ് ഞാൻ വായിച്ചത്. ഒരു പുരോഹിതന് മാത്രമേ ബലി അല്ലെങ്കിൽ യാഗം അർപ്പിക്കാൻ അനുവാദമുള്ളൂ. അതുകൊണ്ട് യേശു ക്രിസ്തുവിന് പൗരോഹിത്യം ആവശ്യമായിരുന്നു. ആ പൗരോഹിത്യ സ്വീകരണമാണ് ജോർദാൻ നദിയിൽ വെച്ച് യോഹന്നാനിൽ നിന്നും യേശു ക്രിസ്തു സ്വീകരിച്ചത്. വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് ലേഖനം എഴുതിയപ്പോൾ ഇങ്ങനെ പറഞ്ഞു, പരിശുദ്ധാത്മാവാണ് നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നത്. നമ്മൾ ഈ ഭൂമിയിൽ ജീവനോടിരിക്കുമ്പോൾ തന്നെ നമ്മെ സ്വർഗത്തിന് അവകാശികളാക്കി മാറ്റുന്നത് ഈ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് നമ്മളില്ല എങ്കിൽ നമ്മൾ സ്വർഗത്തിന് അവകാശികളാകില്ല എന്ന് മനസ്സിലാക്കുക. ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ.
അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുമിരിക്കുന്നു. 2 കൊരിന്ത്യർ 1:21 മുതൽ 22 വരെയാണ് ഞാൻ വായിച്ചത്. എന്താണ് മുങ്ങൽ എന്ന ഒറ്റ വാക്കിൽ പറയാം. മുങ്ങൽ എന്നതൊരു കൂട്ടായ്മയുടെ വെറും ആചാരം മാത്രമാണ്. വിശുദ്ധ ബൈബിളിൻ്റെ പഠിപ്പിക്കലല്ല എന്ന് താഴ്മയായി പറയട്ടെ. ആരാണ് യേശുക്രിസ്തുവിൻ്റെ ഈ പൗരോഹിത്യ സ്വീകരണം വെറും ഒരു മുങ്ങലാക്കി മാറ്റിയത്? അമേരിക്കയിലെ കാൻസസിലെ ടോപ്പാക്കയിലുള്ള ഒരു ചെറിയ ബൈബിൾ കോളേജിലെ ഡയറക്ടർ ചാൾസ് ഫോക്സ് പർഹാം എന്ന വ്യക്തിയും പർഹാമിൻ്റെ വിദ്യാർത്ഥിനികളിൽ ഒരാളായ ആഗ്നസ് ഓസ്നാം എന്ന സ്ത്രീയും കൂടിയാണ് ഈ സാത്താനിക പഠിപ്പിക്കലായ മുങ്ങൽ സ്നാനം ആരംഭിച്ചതെന്ന് ദ ഹിസ്റ്ററി ഓഫ് പെന്തക്കോസ്റ്റലിസം എന്ന പുസ്തകം വ്യക്തമായി പറയുന്നു. ലോസ് ഏഞ്ചൽസിലെ അസൂസ സ്ട്രീറ്റിലുള്ള അപ്പോസ്തോലിക് ഫെയ്ത്ത് ഗോസ്പൽ മിഷൻ എന്ന പേരിൽ 1906 ഒരു കൂട്ടായ്മ ആരംഭിക്കുകയും യേശു ക്രിസ്തു മുങ്ങൽ എന്നൊരു മാതൃക നമുക്ക് തന്നു എന്ന് പ്രചരിപ്പിക്കുകയും അങ്ങനെ അനേകരെ തെറ്റിച്ച് അവരുടെ കൂട്ടായ്മയുടെ പങ്കാളികളാക്കി വളർത്തുകയും ചെയ്തു. ഈ കൂട്ടായ്മ പിന്നീട് ലോകമെങ്ങും പടർന്നു വളരുകയാണുണ്ടായത്. ആദിമകാലത്ത് ഇതിനെ കൂട്ടായ്മ എന്നാണ് വിളിച്ചിരുന്നതെങ്കിലും ഇപ്പോൾ അവർ ആ കൂട്ടായ്മയെ പള്ളികൾ എന്നാണ് വിളിക്കുന്നത്. ഇവർ ചെയ്യുന്നത് മുങ്ങാത്ത യേശു ക്രിസ്തുവിനെ മുക്കുന്ന പ്രവൃത്തിയാണ്. അതായത് തെറ്റായ ഒരു പഠിപ്പിക്കലാണ് ഇവർ പഠിപ്പിക്കുന്നതെന്ന് സാരം. അതിലൂടെ ലോകത്തിൽ പ്രചരിക്കുന്നത് വൻ കള്ളമാണ് എന്ന് മനസ്സിലായി കാണുമല്ലോ. ഇന്ന് ഇങ്ങനെ മുങ്ങിയ ആൾക്കാരിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം, ദ്രവ്യാഗ്രഹം മുതലായവ. മുങ്ങൽ എന്നത് യേശുക്രിസ്തുവിന് മുൻപേ ഹൈന്ദവർ ആചരിച്ചു വന്ന ഒരു സൂര്യ നമസ്കാരമാണ്. സൂര്യനെ മധ്യസ്ഥാനത്ത് കണ്ടുകൊണ്ട് 2 വിരൽ കൊണ്ട് മൂക്കിൽ പിടിച്ച് മന്ത്രങ്ങൾ ഉച്ചരിച്ച് വെള്ളത്തിൽ 3 പ്രാവശ്യം മുങ്ങിപ്പൊങ്ങുന്ന രീതിയാണ് സൂര്യ നമസ്കാരം. ഇന്നും ബ്രാഹ്മിൺസ് ഈ മുങ്ങൽ അനുവർത്തിച്ചു വരുന്നതായി കാണുന്നുണ്ട്. നമ്മുടെ രക്ഷകനായ കർത്താവ് ഒരു ഹൈന്ദവ ആചാരം നമുക്ക് തരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഒരിക്കലും ചെയ്യില്ല. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ എന്തുകൊണ്ടാണ് സാത്താൻ എന്നെ ശല്യം ചെയ്തതെന്ന്? ഈ സത്യം ലോകം അറിയരുതെന്ന് സാത്താൻ ആഗ്രഹിച്ചു. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിനായി കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഇവരെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ബെഞ്ചമിൻ കോശി.